ടെയിൽവിൻ CSS ട്യൂട്ടോറിയൽ സീരീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് CSSലെ വളരെ പ്രധാനപ്പെട്ട നമ്മൾ ധാരാളമായിട്ട് യൂസ് ചെയ്യുന്ന പാഡിംഗ് മാർജിൻ എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. അത് ടെയിൽവിൻ CSSൽ അതിൻ്റെ ഡീഫോൾട്ട് ക്ലാസ്സുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അതെങ്ങനെയാണ് കോൺഫിഗർ ചെയ്തെടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ അധ്യായത്തിൽ പഠിക്കാൻ പോകുന്നത്. മറ്റെല്ലാ പ്രോപ്പർട്ടികളെയും പോലെ തന്നെ പാഡിങ്ങിനും മാർജിനും നിങ്ങൾക്ക് ടെയിൽവിൻ CSSൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ കാണാം, കുറച്ചധികം ഡീഫോൾട്ടായിട്ടുള്ള ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് വരുന്നതിന് മുമ്പ് ഇത് യൂസ് ചെയ്ത് നമുക്ക് പഠിക്കാം. അതിനായിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് കളറും ടെക്സ്റ്റ് കളറും അതിൻ്റെ ഹോവർ കളറും ഒക്കെ യൂസ് ചെയ്യുന്നത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബട്ടൺ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പാഡിംഗ് ഒന്ന് നോക്കാം. ഇവിടെ CSSൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇത് ജസ്റ്റ് ഒരു നോർമൽ CSS ആണ്. കാരണം നമ്മൾ ഒരു CSS ഫയലിനകത്തേക്ക് ടെയിൽവിൻ CSSൻ്റെ ക്ലാസ്സുകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. അത് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു നോർമൽ CSSൽ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ്, അതിൻ്റെ സ്റ്റൈലാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അതുകൊണ്ട് തന്നെ ബട്ടൺ ഓൾറെഡി ഇവിടെ മിനിമം ഹൈറ്റും മിനിമം വിഡ്ത്തും പാഡിങ്ങും ഒക്കെ കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ടെയിൽവിൻ CSSൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഇവിടെ ഞാൻ അതിൻ്റെ ഹൈറ്റ്, മിൻ വിഡ്ത്ത്, പാഡിങ് ഇതൊക്കെയൊന്നും ഞാൻ കമൻറ്റ് ചെയ്യുകയാണ്. ബ്രൗസറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അതിന് പാഡിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി വേണ്ടത് നമ്മൾ ഈ ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ കൊടുത്തിരിക്കുന്ന ക്ലാസ്സുകൾ നമുക്ക് ആ ബട്ടൻ്റെ പാഡിംഗ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് അത് എങ്ങനെയാണെന്ന് പഠിക്കാം. ഇവിടെ പാഡിംഗ് ക്ലാസ് എഴുതാൻ വേണ്ടിയിട്ട് പാഡിങ്ങിൻ്റെ പ്രീഫിക്സ് വരുന്നത് P- എന്നാണ് അതിൻ്റെ പ്രീഫിക്സ് വരുന്നത്. താഴേക്ക് ഓട്ടോ കംപ്ലീറ്റ് ലിസ്റ്റിൽ വരുന്നത് പാഡിങ്ങിൻ്റെ എല്ലാ ക്ലാസ്സുകളും ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈസുകൾ, അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഡോക്യുമെൻറ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ചധികം ലിസ്റ്റുകളുണ്ട്. പക്ഷേ നമുക്ക് മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അതായത് നമ്മൾ പറഞ്ഞു പാഡിങ്ങിൻ്റെ പ്രീഫിക്സ് വരുന്നത് P- എന്നാണ് അതിൻ്റെ ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. ബാക്കിയൊക്കെ ഈ ഡോക്യുമെൻറ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ P-0 എന്ന് പറയുന്നത് പാഡിങ് 0 ആണ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരൂടെ സൂം ചെയ്യാം. ഇനി PX വരുന്നത് X ആക്സിസിലുള്ള, അതായത് ലെഫ്റ്റ് റൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ലെഫ്റ്റ് റൈറ്റ് പാഡിങ് 0 ആണെന്നുള്ള കൺസെപ്റ്റാണ്. PX എന്ന് ഉദ്ദേശിക്കുന്നത് X ആക്സിസ് ആണ്, അതുപോലെ തന്നെ ഹൊറിസോണ്ടലായിട്ടുള്ളത്. ഇനി PY എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെർട്ടിക്കലായിട്ടുള്ള, അതായത് ടോപ്പ് ബോട്ടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാഡിങ് ടോപ്പ് 0, പാഡിങ് ബോട്ടം 0. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. PS എന്നെഴുതിയിരിക്കുന്നത് നമുക്കറിയാം പാഡിങ് ഇൻലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും പാഡിംഗ് ആണ്. ഒരു പാഡിങ്ങിന് ടോപ്പ്, റൈറ്റ്, ബോട്ടം, ലെഫ്റ്റ് എന്ന് 4 കാര്യങ്ങളാണ്, 4 പൊസിഷനാണ് ഉള്ളത്. അതുപോലെ തന്നെ മാർജിനും ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് പാഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ PS എന്ന് പറയുന്നത് പാഡിങ് ഇൻലൈൻ എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളെ വരത്തുള്ളൂ. ഒന്ന് പാഡിങ് ലെഫ്റ്റ്, ഒന്ന് പാഡിങ് റൈറ്റ്. അപ്പോൾ ഇൻലൈനായിട്ട് വരുന്നതിൻ്റെ സ്റ്റാർട്ടിങ് അങ്ങനെ പറഞ്ഞു വരുമ്പോൾ പാഡിങ് ഇൻലൈനായിട്ടുള്ള ലെഫ്റ്റ് റൈറ്റിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ലെഫ്റ്റാണ് അല്ലേ? അതാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ പാഡിങ് ഈ PS-0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം പാഡിങ് ഇൻലൈനായിട്ടുള്ള പാഡിങ് ലെഫ്റ്റിൻ്റെ 0 ആയിരിക്കും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ബാക്കിയൊക്കെ നമ്മൾ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് ഓട്ടോ കംപ്ലീറ്റ് ലിസ്റ്റിൽ വരും. ഇനി അത് കൂടാതെ തന്നെ നമ്മൾ കോൺഫിഗർ ചെയ്ത് നമുക്ക് കസ്റ്റമായിട്ടുള്ള പാഡിങ്ങും ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് നോക്കി വെച്ചാൽ മാത്രം മതി, മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി PE എന്ന് പറയുന്ന പോലെ തന്നെ PE എന്ന് പറയുന്നത് PS എന്ന് പറയുന്നത് സ്റ്റാർട്ട് എന്നതിൻ്റെ ഫസ്റ്റ് ലെറ്ററാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് S. അതുപോലെ തന്നെ എൻഡിൻ്റെ ഫസ്റ്റ് ലെറ്ററാണ് PE എന്ന് പറയുന്നത്, എന്ന് പറയുന്നത്. അപ്പോൾ അത് PE പാഡിങ് ഇൻലൈൻ എൻഡ്. പാഡിങ് ഇൻലൈൻ എന്ന് പറയുമ്പോൾ തന്നെ ലെഫ്റ്റ് റൈറ്റ്, അതിൻ്റെ എൻഡ് പോർഷൻ ഏതാണ്? എൻഡ് പോർഷൻ എന്ന് പറയുമ്പോൾ റൈറ്റ് വരും. പാഡിങ് റൈറ്റ്, ഇവിടെ പാഡിങ് ഇൻലൈൻ എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഡിങ് റൈറ്റ് 0 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി തൊട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ PT-0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാഡിങ് ടോപ്പ് 0, പിന്നെ അതുപോലെ തന്നെ പാഡിങ് റൈറ്റ്
0 അങ്ങനെ കുറച്ച് ക്ലാസ്സുകളാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ PX എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. PX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 1 പിക്സൽ എന്നുള്ള ഇതാണ്. PX എന്ന് പറഞ്ഞാൽ 1 പിക്സൽ എന്നുള്ള മെഷർമെൻറ്റാണ് ടെയിൽവിൻ CSSൽ കൊടുക്കുന്നത്. ഇനി അതിൽ തന്നെ ഇപ്പുറത്തെ P ആക്സിസും ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്. കാരണം ഇത് ഉദ്ദേശിക്കുന്നത് പാഡിങ് X ആക്സിസ് ആണ് ഉദ്ദേശിക്കുന്നത്, ഇത് ഉദ്ദേശിക്കുന്നത് 1 പിക്സൽ എന്നുള്ള മെഷർമെൻറ്റാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സെയിം തന്നെ PYക്കും വെർട്ടിക്കലായിട്ടുള്ള, അതായത് ടോപ്പ് ബോട്ടം രണ്ട് അളവുകളും എന്താണ് 1 പിക്സലായിരിക്കും. ഇങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ അത് ഈ ഡോക്യുമെൻറ്റേഷനിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി ഇതിൻ്റെ മാർജിൻ്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ സെയിം, അതായത് പാഡിങ്ങിന് കൊടുക്കുന്ന അതേ പ്രീഫിക്സ് ക്ലാസ്സുകളൊക്കെ തന്നെയാണ്, അതായത് ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ തന്നെയാണ്. ആ പിയുടെ സ്ഥാനത്ത് M വരുന്നു, അതായത് PX എന്നുള്ളത് MX, MY നമ്മൾ പറഞ്ഞതുപോലെ പാഡിങ് ഇൻലൈൻ സ്റ്റാർട്ടിങ്ങിൻ്റെ അത് പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഒരു ക്ലാസ് ആണെന്തെന്ന് പറയുന്നത്, പ്രീഫിക്സ് ആണെന്തെന്ന് പറയുന്നത് MS, അതായത് മാർജിൻ ഇൻലൈൻ സ്റ്റാർട്ടിങ്. ഇനി അതുപോലെ തന്നെ മാർജിൻ ഇൻലൈൻ എൻഡ്, അതൊക്കെയാണ് സെയിം ക്ലാസ്, അതായത് പാഡിങ്ങിൻ്റെ സെയിം പ്രീഫിക്സ് ക്ലാസ് പോലെ തന്നെയാണ് ഇവിടെയും എന്താണ് മാർജിൻ്റെ ക്ലാസ്സുകൾ വരുന്നത്. അപ്പോൾ ഇനി ഇതിനകത്ത് ഒരു പ്രധാന വ്യത്യാസം മനസ്സിലാക്കാനുള്ളത്, ടെയിൽവിൻ കോൺഫിഗർ ചെയ്ത് നമുക്കറിയാം, കസ്റ്റമായിട്ട് നമുക്ക് കോൺഫിഗർ ചെയ്ത് അതിൻ്റെ മെഷർമെൻറ്റുകൾ എടുക്കാം, ഈ പാഡിങ്ങിൻ്റെയും ഇൻലൈൻ്റെയും. അത് എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ പഠിക്കാനായിട്ട് യൂസ് ചെയ്ത ബട്ടൺ ഞാനിവിടെ സ്റ്റൈൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ പാഡിങ് മനസ്സിലാക്കാനായിട്ട് അതിൻ്റെ ഹൈറ്റും മിൻവിഡ്ത്തും പാഡിങ്ങും ഒക്കെ ഞാനിവിടെ കമൻറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കിനി ആ പാഡിങ് ഇവിടെ കോൺഫിഗർ ചെയ്ത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ എക്സ്റ്റെൻഡിനകത്താണ് ഞാൻ കോൺഫിഗർ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ കളർ ഓൾറെഡി ഒരെണ്ണം നമ്മൾ കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കളറിൻ്റെ തൊട്ട് താഴെ കോമ ഇടുക, കോമ ഇട്ട് അടുത്ത ഒബ്ജക്റ്റ് എഴുതുക. ഇവിടെ ആദ്യം നമുക്ക് രണ്ട് രീതിയിൽ പാഡിങ് മാർജിനും നമുക്ക് മെഷർമെൻറ്റ് കൊടുക്കാനായിട്ട് പറ്റും. ഇവിടെ ഞാൻ ആദ്യം സ്പേസിങ് എന്ന് പറയുന്ന ആദ്യത്തെ നമ്മുടെ രീതി നോക്കാം. സ്പേസിങ് കോളൻ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അതിനകത്തേക്ക് ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കാനായിട്ട് ബട്ടൺ എന്ന് കൊടുക്കാം. ബട്ടൺ എന്ന് കൊടുത്ത് കോളനിട്ട് ഞാൻ അതിൻ്റെ ഒരു മെഷർമെൻറ്റ് കൊടുക്കുകയാണ്. ഒരു മനസ്സിലാക്കാനായിട്ടൊരു 15 പിക്സൽ കൊടുക്കുകയാണ്. സേവ് ചെയ്തു. ഇവിടെ ഇൻഡെക്സിൽ വന്നു. ഞാനവിടെ പാഡിങ് ആണല്ലോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. P-ഇട് അതിൻ്റെ പ്രീഫിക്സ് കൊടുത്തു കഴിയുമ്പോൾ തന്നെ, എന്നിട്ട് ബട്ടൺ എന്ന് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടോ, നമ്മളവിടെ കോൺഫിഗർ ചെയ്ത ബട്ടൺ എന്ന് പറയുന്ന പേര് ഇവിടെ എല്ലാ Pയിലേക്കും PXയിലേക്കും PYയിലേക്കും ഒക്കെ ആ ക്ലാസ് വന്ന് അതിൻ്റെ മെഷർമെൻറ്റ് വന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ P-ബട്ടൺ എന്ന് കൊടുത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ബ്രൗസറിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റും നമ്മൾ കൊടുത്ത എത്രയാണ് നമ്മൾ കൊടുത്ത മെഷർമെൻറ്റ് 15 പിക്സലാണ്. ആ 15 പിക്സൽ ഞാനിവിടെ ഇൻസ്പെക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ 15 പിക്സൽ കറക്റ്റായിട്ട് പാഡിങ് അതിന് വന്നിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കണം, കുറച്ചുകൂടെ വലുതാക്കാം. P-ബട്ടൺ എന്ന് പറയുന്ന ക്ലാസ്സിന് പാഡിങ് 15 പിക്സൽ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. നമുക്കൊരു 25 പിക്സലിലേക്ക് ചേഞ്ച് ചെയ്യാം. ഇവിടെ അത് വന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. പാഡിങ് 25 പിക്സൽ. ബട്ടൺ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ ചുറ്റുമുള്ള പാഡിങ് മാറിയിട്ടുണ്ട്. ഇനി ഇത് തന്നെ നമുക്ക് കോൺഫിഗറേഷനിൽ നമ്മൾ സാധാരണ CSSൽ കൊടുക്കുന്ന പോലെ തന്നെ സ്പേസ് ഇട്ട് മറ്റൊരു മെഷർമെൻറ്റ് കൂടെ കൊടുക്കാം, 15 പിക്സൽ. ഇത് നിങ്ങൾക്കറിയാം, ഓൾറെഡി അറിയാം, CSSൽ എല്ലാവരും പാഡിങ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അറിയാം. ഇത് യൂസ് ചെയ്യുന്ന 2 അളവുകൾ ഒരേ സമയം കൊടുത്തു കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് 25 പിക്സൽ ടോപ്പും ബോട്ടവും 15 പിക്സൽ ലെഫ്റ്റ് റൈറ്റ്, അങ്ങനെയാണ് അതിൻ്റെ പാഡിങ് വരുന്നത്. സേവ് ചെയ്തിട്ട് ബ്രൗസറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇവിടെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കുക. ബട്ടൻ്റെ പാഡിങ് വരുന്നത്, പാഡിങ് ടോപ്പും ബോട്ടവും എത്രയാണ് വരുന്നത്? 25 പിക്സൽ, ലെഫ്റ്റ് റൈറ്റ് 15 പിക്സൽ. നമുക്ക് ഇങ്ങനെയും ഇതിനകത്ത് ഈ കോൺഫിഗറേഷൻ ചെയ്യുന്ന സമയത്ത് ഈ രീതിയിലും കൊടുക്കാം. ഇനി മറ്റൊരു രീതി എന്താണ്? ഒരു 10 പിക്സൽ ഇവിടെ കൊടുക്കാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 25 പിക്സൽ ലെഫ്റ്റ്, ഇവിടെ നമുക്ക് 25 തന്നെ കൊടുക്കാവേ. 25 പിക്സൽ ലെഫ്റ്റ്, 10 പിക്സൽ ടോപ്പും ബോട്ടവും, 25 പിക്സൽ റൈറ്റ്, അങ്ങനെയായിരിക്കും വരുന്നത്. ഇത് കണ്ടോ, ലെഫ്റ്റ് റൈറ്റ് നമ്മൾ കൊടുത്ത എത്രയാണ്?
ഇവിടെ ഒരു പ്രാവശ്യം കൊടുത്തുള്ളൂ 10 പിക്സൽ, അത് ലെഫ്റ്റ് റൈറ്റിലേക്ക് അത് വന്നിട്ടുണ്ട്. ടോപ്പ് 25 പിക്സൽ, ലെഫ്റ്റ് റൈറ്റ് 10 പിക്സൽ, പിന്നെ റൈറ്റ് 25 പിക്സൽ, അങ്ങനെയാണ്. അപ്പോൾ ഏത് CSSൽ യൂസ് ചെയ്യുന്ന അതിൻ്റെ മെഷർമെൻറ്റ് എഴുതുന്ന അതേ മെത്തേഡിൽ തന്നെ നമുക്കിവിടെ കോൺഫിഗറേഷനിലും കൊടുക്കാം. ഇത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ. ഇനിയിപ്പോൾ ഞാൻ രണ്ടാമത്തെ ഒരു രീതി, ഇവിടെ സ്പേസിങ് മാറ്റിയിട്ട് ഇവിടെ പാഡിങ് എന്ന് കൊടുത്താലും അത് വർക്കാവും. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇൻഡെക്സിൽ വന്നു, നമ്മൾ പാഡിങ് ബട്ടൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴും അതവിടെ വർക്കാവും. പിന്നെ എന്തിനാണ് ഈ രണ്ട് സംഗതി കൊടുക്കുന്നത്? ഒന്ന്, ആദ്യത്തെ എന്താണ്, സ്പേസിങ് എന്ന് കൊടുക്കുന്നു. രണ്ടാമത്തെ എന്താണ്, പാഡിങ് എന്ന് കൊടുക്കുന്നു. ഇത് രണ്ടും തമ്മിലുള്ള എന്തിനാണ് ഈ രണ്ടെണ്ണം കൊടുക്കുന്നത്? അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. എന്താണ്, മാർജിൻ എന്ന് പറയുന്ന സംഗതിക്കും നമ്മൾ ഇത് തന്നെയാണ് കൊടുക്കുന്നത്. പാഡിങ്ങും മാർജിങ്ങും ഒക്കെ കോൺഫിഗറേഷൻ ഇങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സ്പേസിംഗ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി ചേർന്ന സംഗതിക്കാണെന്തെന്ന് പറയുന്നത് സ്പേസിംഗ് എന്ന് പറയുന്നത്. ഇവിടെ സ്പേസിംഗ് ഇട്ട് കഴിഞ്ഞാലുള്ള, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണം, ഇതേ അളവുകൾ തന്നെ നമുക്ക് എന്തിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ ഇത് മാറ്റിയിട്ട് 25 പിക്സൽ മാത്രമാക്കുകയാണ്. സ്പേസിംഗ് എടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ ബട്ടൺ എന്ന് പറയുന്ന സംഗതി നമുക്ക് എന്തിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും? മാർജിനും പാഡിങ്ങിനും രണ്ടിനും കൂടെ, രണ്ട് കാര്യത്തിനും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. P ബട്ടൺ എന്നടിക്കുമ്പോൾ തന്നെ അത് അവിടെ വന്നു. അതുപോലെ തന്നെ ഞാൻ P മാറ്റിയിട്ട് പ്രീഫിക്സ് മാർജിൻ ആക്കുകയാണ്. മാർജിൻ ബട്ടൺ എന്നടിക്കുമ്പോഴും അവിടെ വന്നിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ രണ്ട് കേസിലും സ്പേസിങ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കേസിലും യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ പാഡിങ്ങോ മാർജിനോ അതിന് വേണ്ടി സിംഗിളായിട്ട് അതിന് വേണ്ടി മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പം നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് പാഡിങ് ആണ്. പാഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പേസിങ് മാറ്റി. ഇവിടെ മാർജിൻ്റെ കേസിൽ എന്നിട്ട് നമ്മളിവിടെ മാർജിൻ ഹൈഫൺ പ്രീഫിക്സ് കൊടുത്ത് സ്പേസ് ഇട്ട് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ വരത്തില്ല. കാരണം എന്താണ്, നമ്മളിവിടെ പാഡിങ്ങിന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ക്ലാസ് മാർജിനാണ്. അപ്പോൾ പാഡിങ്ങിനും മാർജിനും രണ്ടിനും കൂടെ ചേർന്ന് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്പേസിങ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മാർജിനും പാഡിങ്ങിനും രണ്ടിനും കൂടെ ഈ മെഷർമെൻറ്റ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിയിലാണ് പാഡിങ്ങും മാർജിനും ഒക്കെ നമ്മൾ കോൺഫിഗർ ചെയ്തെടുക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, സ്പേസിങ് കൊടുത്ത് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാഡിങ്ങിനും മാർജിനും ഈ പ്രീഫിക്സ് ക്ലാസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സിംഗിളായിട്ട് വേണമെങ്കിൽ, അതായത് പാഡിങ്ങിന് വേണ്ടി മാത്രം മാർജിന് വേണ്ടി മാത്രം കൊടുക്കണമെന്നുണ്ടെങ്കിൽ, കോൺഫിഗർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പേസിങ് മാറ്റിയിട്ട് പാഡിങ്ങോ മാർജിനോ എന്താണെന്ന് വെച്ചാൽ കൊടുത്താൽ അതവിടെ വർക്കായിക്കോളും. പിന്നെ മറ്റൊരു കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെയും പറഞ്ഞതുകൊണ്ട് പറയാതിരിക്കുന്നതാണ്, P-സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് നമുക്ക് കസ്റ്റമായിട്ട് അവിടെ ഒരു മെഷർമെൻറ്റ് നമുക്ക് കൊടുത്ത് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ 3 വഴികളിൽ Tailwind CSSൽ, 3 അല്ല ഒരു 4 വഴികളുണ്ട്. ആ രീതിയിലൊക്കെ നമുക്ക് മെത്തേഡ് CSSൽ ക്ലാസ്സുകൾ യൂസ് ചെയ്യാം Tailwind CSSൽ. അപ്പോൾ ഇവിടെ നമുക്ക് 4മതൊരു മെത്തേഡ് ഇനി പഠിക്കാനുണ്ട്. അത് നമ്മൾ input.cssൽ സ്റ്റൈൽ ചെയ്യുന്ന രീതിയാണ്. ഇവിടെ ബട്ടണ് ഞാനിപ്പോൾ തൽക്കാലം, ഇത് നോർമൽ CSS ആണ്. ബട്ടണ് തൽക്കാലം അത് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു നോർമൽ CSSൽ ക്രിയേറ്റ് ചെയ്തതാണ്. നമ്മൾ വരുന്ന ക്ലാസ്സിലൊക്കെ ഇനി നമ്മളത് അടുത്ത സ്റ്റെപ്പ് ഇനി അതാണ്, input.cssൽ Tailwind CSSലെ ക്ലാസ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ക്ലാസ് ഇത്രയും മതി. ഇതൊരു ചെറിയൊരു ടോപ്പിക് ആണെങ്കിലും പക്ഷേ നമ്മൾ നിരന്തരം നമ്മൾ യൂസ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ് പാഡിങ്ങും മാർജിനും. അതിൻ്റെ ഡീഫോൾട്ട് ക്ലാസ്സുകൾ നോക്കി വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ കസ്റ്റമായിട്ട് കോൺഫിഗർ ചെയ്യുമ്പോൾ സ്പേസിങ്ങും അതുപോലെ തന്നെ പാഡിങ് എന്താണെന്നും മാർജിൻ എന്താണെന്നും ഒക്കെ മനസ്സിലാക്കി വയ്ക്കുക. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് പോയി കാണുക. ഇത്രയും ക്ലാസ്സുകൾ പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ഇനി കുറച്ചുകൂടെ നമ്മൾ Tailwind CSSൻ്റെ ഡീപ്പിലേക്ക് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.